സാർ ക്രിസ്മസ് എക്സാമിന് കാര്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി പഠിച്ചാലും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു എ ഗ്രേഡ് അല്ലെ A+ എങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ജെന്യുവൻ ക്വസ്റ്റ്യൻ. മാത്രമല്ല നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ റെഡിയാണ്. അത് ഉള്ളിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഇനി പഠിച്ചു തുടങ്ങിയാലും 10 ദിവസമേ ബാക്കിയുള്ളൂ എങ്കിലും ഇനി പഠിച്ചു തുടങ്ങിയാലും എങ്ങനെ ഈ 10 ദിവസം മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാർക്ക് പറ്റുമെങ്കിൽ അത് A+ തന്നെ നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ വളരെ സിമ്പിളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നേരെ കാര്യങ്ങളുള്ള ആക്ച്വലി വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും. ഓക്കെ, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇത് വെറുതെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി പറയുന്നതല്ല. കാരണം ഇതിന് പ്രശ്നം എന്താ പറയുക, നിങ്ങൾക്ക് ഇന്ന് ഈ ഫീലിംഗ് വന്നു, നാളെയും മറ്റന്നാളും അതിന് പിറ്റേന്ന് ആ ഒരു ഫയർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെർപ്പസ് വേണം. ഈ പരീക്ഷയിൽ A+ഉം ഈ A ഗ്രേഡ് വാങ്ങുന്നത് എന്തിൻ്റെ ആവശ്യം, എന്താ കാര്യം, എന്താ മക്കളെ? അതിന് കുറേ കാര്യങ്ങൾ പല ആൾക്കാരും പറഞ്ഞുതരും. ഞാനും വേണമെങ്കിൽ നിങ്ങൾ കുറേ ലിസ്റ്റ് തരാം. നിങ്ങൾക്ക് അങ്ങനെ പഠിച്ചാൽ നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലാണ് 9ാം ക്ലാസ്സിൽ ഇപ്പോൾ A+ കിട്ടുള്ളൂ, 9ാം ക്ലാസ്സിലാണ് 10ാം ക്ലാസ്സിൽ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുള്ളൂ, 10ാം ക്ലാസ്സിലാണ് നിങ്ങൾ +1 അഡ്മിഷൻ കിട്ടാൻ വേണ്ടി, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പേരൻസിനെ പ്രൗഡാക്കാം, ടീച്ചേഴ്സിനെ പ്രൗഡാക്കാം, സ്വയം പ്രൗഡാക്കാം, ഒക്കെ എനിക്ക് പറയാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതൊന്നും എല്ലാം പറയാൻ പോകുന്നത്. മക്കളെ, ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റിലും, നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ, നിങ്ങളുടെ പോയിന്റ് ഓഫ് യുവർ ലൈഫിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ടാവും, 2 റോഡുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു റോഡ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. അത് ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ ഒരു റോഡ് എക്സലൻസിൻ്റെ റോഡാണ്, സക്സസിൻ്റെ റോഡാണ്. അതെങ്ങനെ വേണം നിങ്ങൾക്ക് വിളിക്കാം. അതായത് ഒരു ഗ്രേറ്റ്നെസ്സിൻ്റെ റോഡാണ്. ഒരു റോഡ് മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് അല്ലെ ബിലോ ആവറേജ്, ആ റോഡാണ്. ഇത് ചൂസ് ചെയ്യേണ്ടത് ഞാനല്ല, ഇത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസും അല്ല, നിങ്ങൾ ടീച്ചേഴ്സും അല്ല, നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾ വീണ്ടും വന്ന് നിൽക്കുന്നത്. ക്രിസ്മസ് എക്സാം മുന്നിലുണ്ട്, പഠനത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ കിടപ്പുണ്ട്. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് മീഡിയോക്രിറ്റി വേണം ചൂസ് ചെയ്യാം. അപ്പോൾ മീഡിയോക്കറായിട്ടുള്ള മാർക്ക് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ഭയങ്കര കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ മിക്ക സമയത്തും ഇനി അങ്ങോട്ടും ഇതാ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇതൊരു ശീലമാണല്ലോ. നമ്മളിതിങ്ങനെ ചൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കോളേജിലെത്തുമ്പോഴും ജോലിയിലെത്തുമ്പോഴും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈ ഒരു മീഡിയോക്രിറ്റി ആയിരിക്കും ചൂസ് ചെയ്യുക. നിങ്ങളുടെ നാളെ ഉണ്ടാകുന്ന കുട്ടികളെയും പഠിപ്പിക്കുന്ന ചിലപ്പോൾ ഇതായിരിക്കും മീഡിയോക്രിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾ അതേ ശീലിച്ചിട്ടുള്ളൂ, നിങ്ങൾ അതേ അനുഭവിച്ചിട്ടുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ എക്സലൻസിൻ്റെ പാത ചൂസ് ചെയ്യുക. ഇറ്റ് ഇസ് നോട്ട് ഈസി, ബുദ്ധിമുട്ടാണ്, പണിയാണ്, എളുപ്പപരിപാടിയൊന്നുമല്ല. പക്ഷെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായി തീരുകയും ചെയ്യും. ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ സംശയങ്ങൾ, ഇങ്ങനത്തെ 2 റോഡുകൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും വന്നുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ അറിയുന്നുണ്ടാകും ഈ ഒരു പാത്ത് ചൂസ് ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, ശരിയാണ്, പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. അതാണോ റിയൽ കോൺഫിഡൻസ്, അതാണ് റിയൽ കോൺഫിഡൻസ്. ക്ലിയർ ആണല്ലോ? സെറ്റ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സലൻസിൻ്റെ ഭാഗത്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മീഡിയോക്രിറ്റി ആണ് നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ പണിക്ക് പോവുക. ഓക്കെ, ഇനി ഈ കോൺഫിഡൻസും ഈ പാത്ത് ചൂസ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് അത് ആക്ച്വലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊരു പ്ലാൻ വേണം. കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ സ്ട്രഗിൾ ചെയ്ത് കുറേ സമയം കളയുള്ളൂ. 10 ദിവസം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ ആദ്യമുള്ള ചോദ്യം പ്ലാനിൽ എത്ര ദിവസം നിങ്ങൾ പഠിക്കുന്നുള്ള കാര്യമാണ്. മക്കൾ, ഇതിൽ കൃത്യമായൊരു കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എത്രത്തോളം പഠിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അവിടെയാണ് എക്സലൻസ് ശരിക്കും പ്രൂവ് ചെയ്യപ്പെടുക. പക്ഷേ മിനിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 3 മണിക്കൂർ എന്ന് പറഞ്ഞ സമയമാണ്. ആ 3 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ പിന്നെ എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തീരുമാനിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഞാൻ ആ റോഡിലാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങളുള്ള റോഡ് ശരിക്കും അതാവണ്ടേ. അതാവണമെങ്കിൽ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. അത് എഫേർട്ട് ഇടുന്നതിന് മിനിമം ടൈം 3 hours, പറ്റുമെങ്കിൽ അത് 4-5 hours ആക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ഒന്ന് ശ്രമിക്കണം. ഇനി അടുത്ത ചോദ്യം ഉള്ളത്, എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ 10 ദിവസം സാർ പഠിക്കേണ്ടത്? അവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, പഠിക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഓരോ സബ്ജക്റ്റിൽ ഇന്ന ചാപ്റ്റർ ആണെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയുന്ന ചാപ്റ്റേഴ്സ്, അത് കുറച്ച് ചാപ്റ്റർ അറിയാം എന്നുള്ള കാര്യം എഴുതി വെക്കുക. തീരെ അറിയാത്തത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ മിക്കവാറും നമുക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല അവസാനത്തെ ചാപ്റ്ററിന് കുറേ ചോദ്യം വരില്ല. അപ്പോൾ അതിനെ വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ട. അതിന് മുൻപുള്ള ചാപ്റ്റേഴ്സ് വരെ ലിസ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാവണം എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
10 ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോകണ്ട. നിങ്ങൾ അടുത്ത 2 ദിവസത്തെ, അതായത് ഇന്ന് നിങ്ങൾ രാവിലെയാണ് പഠിക്കാമെന്നെങ്കിൽ ഇന്നത്തെയും നാളത്തെയും നിങ്ങൾ ടൈം ടേബിൾ സെറ്റാക്കുക. ടൈം ടേബിൾ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങൾ രാവിലെ എന്ത് ചെയ്യും, വൈകുന്നേരം എന്ത് ചെയ്യും. രാവിലെ വൈകുന്നേരം സ്കൂളുണ്ടെങ്കിൽ വൈകുന്നേരം ഉള്ള സമയങ്ങളിൽ 5 to 7 മണി, പിന്നെ ഒരു ബ്രേക്ക് 8 to 10 മണി, എക്സാക്ട്ലി എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് 2 ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ആ പ്ലാൻ ഒരു 90% നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ആ 2 ദിവസം സക്സസ്ഫുൾ ആണ്. അങ്ങനെ ഒറ്റയടിക്ക് എല്ലാ പ്ലാൻ ഉണ്ടാക്കുന്നത് വരും 2 ദിവസം വീതം പ്ലാൻ ഉണ്ടാക്കി പോവുക. ഒബ്വിയസ്ലി ആ 2 ദിവസത്തെ എല്ലാ കാര്യങ്ങളും ആ 2 ദിവസത്തിൽ തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ മൂന്നാമത്തെ ദിവസത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അത് ഒഴിവാക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടിത്തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ടൈം ടേബിൾ നിങ്ങളൊന്ന് മോഡിഫൈ ചെയ്യാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ. ആ പഠിച്ച കാര്യങ്ങൾ 2 ദിവസം പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പഠിച്ചു ഒരു കാര്യമില്ല. അത് നിങ്ങൾ പീരിയോഡിക്കലി റിവൈസ് ചെയ്യണം. 2-ാം ദിവസം പഠിച്ച കാര്യം നിങ്ങളൊരു 5-ാമത്തെ ദിവസം 6-ാം ദിവസം ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. മാത്രമല്ല പരീക്ഷയാണ് വരുന്നത്. നിങ്ങളോട് പരീക്ഷ ഹാളിൽ വന്നിട്ട് ടീച്ചർ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചോ എന്നല്ലോ ചോദിക്കാൻ പോകുന്നത്, ചോദ്യങ്ങളല്ലേ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ റിവൈസ് ചെയ്യണം, ചോദ്യങ്ങൾ പഠിക്കണം പഠിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എല്ലാ 2 ദിവസം കഴിയുമ്പോഴും നിങ്ങൾ ചെറിയ കുഞ്ഞു ട്രോഫി അല്ലേ കിട്ടുന്നത്. സാർ ട്രോഫി കിട്ടും പഠിച്ചാൽ, ട്രോഫി കിട്ടില്ലടോ, മനസ്സിനുള്ളിൽ ട്രോഫി കിട്ടില്ലേ ചെറിയ. അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെ കോൺഫിഡൻസ് കൂടി വരിക. അപ്പോൾ ഒരിക്കലും കോൺഫിഡൻസ് തരൂ സാറേ, എനിക്ക് കോൺഫിഡൻസ് തരൂ പഠിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പഠിക്കട്ടെ, കോൺഫിഡൻസ് കിട്ടിയിട്ട് ഞാൻ പഠിക്കാം. ഇല്ല, അങ്ങനെ വർക്കാവില്ല. കോൺഫിഡൻസ് നമുക്ക് ആരെങ്കിലും തരുമ്പോൾ നമ്മൾ പഠിക്കില്ല. നമ്മൾ കുറച്ച് പഠിച്ച് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടുകയാണ് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതിന് കോൺഫിഡൻസ് തരൂ സാറേ, മോട്ടിവേഷൻ തരൂ സാറേ, ഞാൻ പഠിക്കട്ടെ. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് മോട്ടിവേഷനും കോൺഫിഡൻസും ആണ്. നിങ്ങൾ ആദ്യം കുറച്ച് പഠിക്കുക, എന്ത് ചെയ്യും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് സംഭവം അല്ലേ, ഞാൻ ഇനി ചെയ്യാതെ നടക്കും. അത് നാച്ചുറലി വരേണ്ട ഒരു കാര്യമാണ്. ഇനി ലാസ്റ്റ് ചോദ്യം, സാർ പ്ലാൻ മനസ്സിലായി, എങ്ങനെ പഠിക്കണം മനസ്സിലായി, ഇതൊക്കെ എവിടുന്ന് അപ്പോൾ പഠിക്കുക? അപ്പോൾ അതിന് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ രീതിയിലും കൂടി ചിന്തിക്കുക. പക്ഷേ പ്രൈമറിലി നിങ്ങൾ പഠിക്കാൻ പറ്റിയ ഏറ്റവും പെട്ടെന്ന് പ്രത്യേകിച്ച് പഠിക്കാൻ പറ്റിയ ഓപ്ഷൻ എന്താണ്? ഒന്നെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിങ്ങളുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലെ ലൈവ് ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്. അതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എടുക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ അവിടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് പഠിക്കാം. കുറച്ചുകൂടി ക്വിക്കായിട്ട് പെട്ടെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ഷോട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. 1 ഷോട്ടിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ എന്നാലും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് 1 ഷോട്ട് തന്നെയാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ്, പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് മുൻപ് റിവിഷൻ വേണ്ടിയിട്ട് മാരത്തോണും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലൈവിൽ വന്നിട്ട് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കാം. അപ്പോൾ അത് നെക്സ്റ്റ് വീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. കാരണം ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ പഠിക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കണം, നിങ്ങൾ വായിക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ നോക്കുക, എന്നൊക്കെ എഴുതി നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എക്സ്ട്രാ ചോദ്യങ്ങളൊന്നും ചെയ്യാതെയാണ് പോകുന്നെങ്കിൽ അത് പ്രശ്നമായിരിക്കും. കുറേ വീഡിയോസ് നമ്മുടെ എക്സാമിൻ്റെ മുൻപുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അതൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, മണ്ടത്തരങ്ങൾ. ആ മണ്ടത്തരം മെയിനായിട്ട് 3 ഉള്ളൂ. ഒന്ന് പാസീവ് സ്റ്റഡിയാണ്. എന്താ സാർ ഈ പാസീവ് സ്റ്റഡി? ബുക്ക് എടുക്കുന്നു, നോക്കട്ടെ, ഞാൻ പഠിച്ച ചാപ്റ്റർ ആട്ടോ, പഠിച്ച ചാപ്റ്റർ റിവൈസ് ചെയ്യണം. ഇത് എനിക്കറിയാലോ, അതെനിക്കറിയാം, അതിൻ്റെ ഡെഫിനിഷൻ എനിക്കറിയാം, ഓക്കെ ഇത് ഓക്കെ റെഡി. ഒരു കാര്യമില്ല. ഇതാണ് പാസീവ് സ്റ്റഡി. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ പറ്റിക്കും. ബ്രെയിൻ പറയാം അതെനിക്കറിയാം. പക്ഷേ പരീക്ഷ ഹാളിൽ എന്താണ്, ഈ ബുക്കില്ലാതെ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പോലും ഓർമ്മയുണ്ടാവില്ല, ഫസ്റ്റ് വേർഡ് പോലും ഓർമ്മയുണ്ടാവില്ല. ഇത് പാസീവ് സ്റ്റഡീൻ്റെ പ്രശ്നമാണ്. നേരെ മറിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട എന്താ, നിങ്ങൾ ചോദ്യം നോക്കുക, അല്ലെ ഹെഡിങ് നോക്കുക, എന്നിട്ട് ആലോചിക്കുക ഞാൻ എന്തായിരുന്നു പഠിച്ചത്, ഒന്ന് എഴുതി നോക്കുക പേപ്പറിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ശരിക്കത്തെ ലെവൽ എന്താണെന്ന്. ഇതിങ്ങനെ പഠിക്കുക, അഥവാ ആക്റ്റീവ് സ്റ്റഡി ചെയ്താലേ നിങ്ങളുടെ തലയിൽ മണ്ടയിൽ എന്തെങ്കിലും കാര്യം കയറുള്ളൂ. മാത്രമല്ല പരീക്ഷയിൽ അത് ആക്ച്വലി യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ആക്റ്റീവ് സ്റ്റഡി പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്, പഠിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ കൂടുതൽ ആവശ്യമുള്ളത് റിവിഷനാണ്. മനസ്സിലായി, പഠിക്കാമെന്നാണ് തലമണ്ടയിൽ കയറുകയെന്നാണ്. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള തലമണ്ടയിൽ നിന്ന് താഴേക്ക് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഡൗൺലോഡിങ് പരിപാടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല, തലേൻ്റെ ഉള്ളിലുണ്ടാവും, പക്ഷേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല പേപ്പറിലേക്ക്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ എന്നുള്ള കാര്യം. അപ്പോൾ അത് പരീക്ഷയുടെ തലേന്ന് ചെയ്യേണ്ട റിവിഷൻ അല്ല, പീരിയോഡിക്കലി ചെയ്യേണ്ട. ഈ 10 ദിവസങ്ങളിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ് റിവിഷൻ. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചൊക്കെ വേസ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ സബ്ജക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് പഠിക്കുക. മാത്സ് പഠിക്കേണ്ട പോലെയല്ല ഇംഗ്ലീഷ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെയല്ല നിങ്ങൾ ഫിസിക്സ് പഠിക്കേണ്ടത്, ഫിസിക്സ് പഠിക്കുന്ന പോലെയല്ല സോഷ്യൽ പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും അത് വേണ്ട രീതി പഠിക്കുക. മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. ഓരോ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കണം. ഫിസിക്സ് പഠിക്കുമ്പോൾ വെറുതെ ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കിയിട്ട് മാത്രമല്ല, അതെന്താ കോൺസെപ്റ്റിൻ്റെ കാര്യം ആക്റ്റീവ്ലി ചിന്തിക്കണം, അതെന്താ സംഭവം എന്നുള്ള കാര്യം. അത് പരീക്ഷയുടെ പെട്ടെന്ന് പഠിക്കുമ്പോൾ അത് ചിന്തിക്കണം, അല്ലാണ്ട് വെറുതെ ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് സോഷ്യൽ പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. സോഷ്യൽ പഠിക്കുമ്പോൾ എങ്ങനെ അത് ഓർത്തിരിക്കാനുള്ള ടെക്നിക്സ് ഉപയോഗിക്കുക. ഇപ്പോൾ ലേൺ വിത്ത് അലക്സ്
എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ എങ്ങനെ മെമ്മറി ടെക്നിക്സ് 2 അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണം 6 ലക്ഷം വ്യൂസ് എന്ന് കയറിയിട്ടുണ്ട്. അതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് എങ്ങനെയാണ് മെമ്മറി ട്രിക്സ്, ബയോളജി, സോഷ്യൽ എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മെമ്മറി ട്രിക്സ് ആണ് അവിടെ ആവശ്യമുള്ളത്. അല്ലാണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നൊന്നും കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇതൊന്നും അല്ല. ഇംഗ്ലീഷാണ് നിങ്ങൾ എഴുതി പഠിക്കണം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിക്കാണ് എഴുതി പഠിക്കണം. ലെറ്റർ നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അത് എഴുതി നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിന് അപ്രോപ്രിയേറ്റ് രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്രിസ്മസിൽ നിങ്ങൾ A+ വാങ്ങാൻ പോകുന്നത്. അല്ലാണ്ട് വെറുതെ കുത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് യൂട്യൂബിൽ 2 വീഡിയോ കണ്ടാൽ നടക്കില്ല. അപ്പോൾ അതിൻ്റെ റിയാലിറ്റിയും അതിൻ്റെ സീരിയസ്നെസ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ അടിപൊളിയായിട്ട് നിങ്ങൾ ഇനി പഠിക്കാൻ റെഡി ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ മക്കളെ, നിങ്ങൾ ഫുൾ A+ കിട്ടേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി അതല്ലെങ്കിൽ തൊട്ട് താഴെ എന്തായാലും കിട്ടും. നമുക്ക് പബ്ലിക്കിൽ നമ്മുടെ A+ വാങ്ങിച്ചെടുക്കും. പോരെ അത്രേ പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിലും മറ്റുള്ള വീഡിയോസിലും സംസാരിക്കാം. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.